കൊറേ ഇഷ്ടമായാ. നാളെ റിപ്പബ്ലിക് ഡേ ആണ് ഗൈസ്. സോ കിളിക്ക് ഞാൻ പണി വെച്ച് അപ്പൊ ഒരു ഉമ്മ വരുമോ? നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ. കുറച്ച് കഴിയുമ്പോ ഇതേ രൂപം ഞാൻ വേറെ രീതിയിൽ കൂടെ കാണിച്ചു. അത് ഇന്നിട്ട് കേക്ക് വായിൽ വെച്ച് കൊടുത്ത് അതൊക്കെ എനിക്ക് കണ്ടപ്പോ ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ വന്നു. പാപ്പൻ തിന്നില്ലേ? തിന്നു വെച്ച് കുളിച്ച വെച്ച് കുളിച്ച് ബ്രഷ് ചെയ്താ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജോന് ചായ കൊടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചത്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ട് എല്ലാം ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പൊ ഞാൻ ലേറ്റാണ് കിടന്നത്. പിന്നെ സൈക്കിളിൽ നമ്മളിന്ന് ഇവിടെ വരുന്നുണ്ട്, അംഗൻവാടി വരുന്നുണ്ട്. അപ്പൊ ജോലൊക്കെ കിടക്കണേ ജോലി വയ്യ. കാരണം ജോലി ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ ഒരു കുന്നോളം പണിയോളം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ജോലി വയ്യ. അപ്പം സൈക്കിളിനെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ വിടാറുണ്ട്. സാധാരണ ഇവിടെ എന്തെങ്കിലും മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്ന് മീനൊന്നുമില്ല. പിന്നെ വെജിറ്റബിൾസിനെ തിരിക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിന്നൂലെന്ന് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അംഗൻവാടി പോയപ്പോഴത്തേക്കും അവിടുത്തെ മിസ് പറഞ്ഞു എപ്പോഴും മീനും ചിക്കനൊക്കെ കൊടുത്ത് വിടാണ്ട് വെജിറ്റബിൾസും കൊടുക്കാം, എന്നാലും അവനെല്ലാം കിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് സൈക്കോട്ടിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞെങ്കിൽ ഇതെനിക്കറിയാൻ പാടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ജോയി അമ്മച്ചൊക്കെ ഉണ്ടാക്കിയും ആ ഉണ്ടാക്കിയത് തിന്നുള്ള ഒരു അറിവിൽ ഉണ്ടാക്കിയതാണ്. യൂട്യൂബിൽ നോക്കി. പക്ഷേ യൂട്യൂബിൽ എനിക്ക് വൻ കൺഫ്യൂഷനാണെന്ന് തുടങ്ങി. അങ്ങനെ ഞാൻ ആ യൂട്യൂബ് നിർത്തി വെച്ചിട്ട് എൻ്റെ അറിവിൽ ഉണ്ടാക്കി വെച്ച ഒരു വെജിറ്റബിൾ കറിയാണ്. വെജിറ്റബിൾ കറിയിലെ ക്യാരറ്റും സവാളയും മാത്രമേ ഉള്ളൂ. സൈക്കോണി ജോയടുത്ത് പോയി കിടക്കുന്നുണ്ട്. അതിന് നല്ല മടിയുണ്ട്. കാരണം ഇന്നലെ തകർക്കണമായിരുന്നു. അപ്പോൾ ഇപ്പം സൈക്കോണിനെ കുളിപ്പിച്ച് ഇനി ഇതൊക്കെ കെട്ടി വിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കൊണ്ട് ആക്കണം സൈക്കോണിനെ. സാധാരണ സൈക്കോണിന് രാവിലെ ഭക്ഷണം കൊടുത്തിട്ടാണ് വിടുന്നത്. 2 ദിവസമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇന്ന് അവൻ കഴിക്കുമെന്നുള്ളത് ഡൗട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രാവിലേക്ക് ആയപ്പോഴത്തേക്കും പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. പാല് കുടിക്കുന്നതും സാധാരണ രാവിലെ കഴിക്കാറില്ല. എന്നാലും നമ്മുടെ സമാധാനം നമ്മൾ കൊടുക്കാണ്ടിരിക്കരുത്. അപ്പം കഴിച്ചാലോ. അപ്പം അതുകൊണ്ട് സൈക്കൂട്ടന് രാവിലെ കൊടുത്താൽ കഴിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് തോന്നുന്നില്ല കഴിക്കുമെന്ന്. കൊടുത്ത് നോക്കാന്നുള്ളൂ. അപ്പം കുറുക്കുണ്ടാക്കാണ്ട് പോകണം. ഇന്നിവിടെ ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഇന്നിപ്പോൾ ഇവിടെ തന്നെ മടിയുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത്. പക്ഷെ അവൻ പോയാലേ അവൻ ഭക്ഷണം കഴിക്കുള്ളൂ, അവൻ ഉറങ്ങുകയും ചെയ്യുള്ളൂ. അവൻ്റെ ഷെഡ്യൂൾ കറക്റ്റാവും. രാവിലെ കൊടുക്കുന്നത് സേറക്ക് മേടിച്ചാണ് ആക്ച്വലി ഈ മഞ്ഞ എന്നൊരു പൗഡർ. അതിപ്പോൾ സൈക്കോട്ടൻ കഴിക്കുന്നുണ്ട്. ആദ്യം കഴിക്കില്ല, ഇപ്പം കഴിക്കുന്നുണ്ട്. അപ്പം സൈക്കോട്ടൻ ഇപ്പം ജോടൊപ്പം കിടക്കണേ. TV റൂമിലിട്ട് പോവാം. സൈ പിടിച്ചോളോ. എനിക്ക് തോന്നുന്നില്ല അവൻ കഴിക്കുന്ന അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന്. എന്തായാലും കൊടുത്തു നോക്കാണ്ടി പോലെയാണ്. ബിൽഡിംഗ് ബ്ലോക്സ് വേണം കളിക്കണമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് സൈക്കോട്ടൻ കളിക്കോ ഇല്ല എന്നുള്ളത് തിന്നോ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. സൈക്കോട്ടൻ എന്നെ പുറകെ നടത്തിപ്പിക്കുകയാണ്. സൈക്കോട്ടൻ പറഞ്ഞ് ഹോളിൽ നിന്ന് കഴിക്കൂല, ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കൂല, മരിയമ്മയുടെ റൂമിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. തുറക്ക സൈക്കോട്ടൻ അറിയില്ല. സൈക്കോട്ടന് അറിയില്ല സൈക്കോട്ടൻ തുറക്കാൻ. ഞാൻ പറഞ്ഞില്ല ഗൈസ് ഇവൻ തിന്നൂലെന്ന്. കുറേ നേരം ട്രൈ ചെയ്യണം. ഫോൺ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ തിന്നിരിക്കും. പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് തിന്നണേക്കാൾ തിന്നാണ്ടിരിക്കണം നല്ലത്. എനിക്ക് വേറെ ഒരു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇപ്പം കുറുക്ക് കൊടുത്ത് തിന്നില്ല. മുട്ട വേണം. സാധാരണ മുട്ട വേണമെന്ന് മുട്ട ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ മുട്ടയും തിന്നില്ല. അത് ഞാൻ ആലോചിക്കാറുണ്ട്. ജോ ഇതുപോലെ തന്നെ കുറുക്കുണ്ടാക്കും, അതിന് മുട്ട ഉണ്ടാക്കും. അതൊന്നും തിന്നില്ല ഇവൻ. ലാസ്റ്റ് ജോയി 3-4 ഫുഡുകൾ വെറൈറ്റീസ് ഉണ്ടാക്കുക. കഷ്ടപ്പെട്ട് ഇവന് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നത്. അതൊന്നും തിന്നാണ്ടാകുമ്പോൾ ലാസ്റ്റ് ജോ പറയും നീ ഒന്നും തിന്നണ്ടെന്ന് പറയും. അപ്പം ഞാൻ 2 ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ പറയാം തിന്നില്ല വേണ്ട, നീ എന്തിനാ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് പറയും. അപ്പം അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇത് കൊടുത്തിട്ട് തിന്നണില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ പിന്നെ മുട്ട ഉണ്ടാക്കി കൊടുത്താലോ എന്നാലോചിച്ച്.
അപ്പോൾ ജോയുടെ ആ ഫീലിംഗ്, അതായത് ജോ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി തിന്നണ ഓരോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് ഇപ്പം പിന്നെ കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് കുറച്ച് തിന്നോ പ്ലീസ് ആയിക്കോട്ടാ. അപ്പോൾ സങ്കടം വരും. കുറച്ച് തിന്നൂല ഗൈസ്. അംഗൻവാടിയിൽ നിന്ന് നമുക്ക് ഫുഡുണ്ട്, ഉണ്ട, അത് തിന്നിട്ട് വരും. ആയിക്കോട്ടെ കഴിച്ചു. അതും ഇതൊക്കെ കാണിച്ചും പറഞ്ഞും ഒക്കെ എന്തോ ഭാഗ്യത്തിന് കഴിച്ചു. ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ സമാധാനമാണ്. ഇനിയിപ്പോൾ അവനെ റെഡിയാക്കിയിട്ട് വിട്ടാൽ മതി. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും വരുള്ളൂ. 9:30 ആകുമ്പോഴത്തേക്കാണ് അവിടെ തുറക്കുന്നത്. പക്ഷെ നമ്മൾ 10 മണിയാകുമ്പോഴത്തേക്കും വിട്ടുള്ളൂ. കാരണം നാളെ പിള്ളേരൊക്കെ എത്തുമ്പോഴത്തേക്കും അവന് സന്തോഷമാവില്ല. അപ്പം സായിക്കോട്ടെ ഗുഡ് ബോയ് ആണല്ലേ? ആ ഗുഡ് ബോയ് ആണ്. കൊച്ച് പാപ്പം തിന്നില്ലേ? തിന്നു കൊച്ച്. കുളിച്ച കൊച്ച്? കുളിച്ച്. ബ്രഷ് ചെയ്താ? ബ്രഷ് ചെയ്ത്. ഇനി ഡ്രസ്സ് ഇടാണ് ഇപ്പോൾ. ഡ്രസ്സ് ഇടാൻ പോകുമ്പോഴത്തേക്കും മിക്ക പിള്ളേരും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. സൈക്കോട്ടിൻ്റെ പ്രത്യേകത സൈക്കോട്ടിന് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. അത് ചില ഡ്രസ്സൊക്കെ അഴയുന്ന ഡയറക്റ്റ് ഇങ്ങോട്ടാണ്. അലമാരി പോലും കാണാറില്ല ആ ഡ്രസ്സൊക്കെ. ബോൾ വേണം ചോദിച്ചത്. എന്നാ പിന്നെ വരാന്ന് പറ. ഇവിടെ നോക്കി പറ പിന്നെ വരാന്ന്. സൈക്കോട്ടിന് പുതിയ ഡ്രസ്സാണെങ്കിൽ ഇടും. പഴയ ഡ്രസ്സുകൾ നമ്മളിങ്ങനെ മറ്റേ തുണി എടുക്കാൻ വന്ന ആൾക്ക് സെലക്ട് ചെയ്യണം പോലെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈക്കോട്ടിന് ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ പോണേ സൈക്കോട്ടൻ? കുക്കിളി പണിയെ വെച്ച്. അപ്പോൾ ഒരു ഉമ്മ വരുമോ? സൈക്കോട്ടിനെ കൊണ്ടാക്കിയിട്ട് മണി 10 മണിയായിട്ടുണ്ട്. ജോ ചെയ്യുന്നിട്ടില്ല. ഞാനിപ്പോൾ ജോ സൈക്കോട്ടിന് പോണ സമയത്ത് ജോയുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയിന് തലവേദന എന്ന് പറയണം. എന്തായാലും ഇനിയും കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ തെറ്റ്. അപ്പോൾ അതുകൊണ്ട് ജോന് ചായയും കൊടുത്തിട്ട് ജോനെ വിളിക്കാമെന്ന് ഓർത്തിരിക്കണം. ജോനെ ചായ ഇഷ്ടമുണ്ടായി. ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജോന് ചായ കൊടുത്തിട്ട് വരാം. നിങ്ങൾ ഇപ്പോഴായിരിക്കും കാണുന്നത്. ഇപ്പോഴാണ് തലേക്കൊന്ന് നേരെ നിന്നത്. അപ്പനാണ് സൈക്കിളിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടത്. സോ ഞാൻ നോക്കട്ടെ അത് കഴിച്ചിട്ടുണ്ടാവും. എന്താടാ അങ്ങനെ അങ്ങനെ കൊച്ചിന് കൊടുക്കണം. ഓക്കെ ഇച്ചാൻ കൊടുത്തത് കുക്കുംബറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് അച്ഛൻ ഇച്ചാൻ്റെ രീതിയിൽ ഒരു വെജിറ്റബിൾ കറി പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കഴിച്ചിട്ടുണ്ട് വെച്ച്. അപ്പൊ ഇനി തൊട്ട് നീ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ അഴിച്ചു പണിതു. യെസ്, ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളൊന്ന് ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. ഡൈനിങ് ടേബിൾ ഇടാൻ സ്ഥലം ഞാൻ പറയാറുണ്ടല്ലോ. ഡൈനിങ് ടേബിളാണ് ഇവിടെ കിടന്നിച്ചത്. ഇപ്പൊ ഡൈനിങ് ടേബിൾ ഇപ്പൊ കൊണ്ട് നമ്മൾ ഹോളിൽ കൊണ്ടിട്ട് അത്യാവശ്യം നമ്മുടെ ഈ സോഫ സെറ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറഞ്ഞു ഇല്ലാണ്ടായിരുന്നു. അപ്പൊ കുറഞ്ഞത് നല്ലോണം മുഷിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതില്. നമുക്ക് ഒരു ഇത് വരും അല്ലേ ആരെങ്കിലും വരുമ്പോ. അപ്പൊ സോ ഞങ്ങളത് ഇങ്ങോട്ട് വർക്ക് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇവിടെ കളയണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിങ്ങനെ ഇരിക്കാം അല്ലേ സയ്യോ? സോ സൈക്കോട്ടിന് ഹാപ്പി ബർത്ത്ഡേ ഇഷ്ടമായാന്ന് പറഞ്ഞേ? കൊറേ ഇഷ്ടമായാ? സൈക്കോട്ടിന് ഭയങ്കര ഇഷ്ടം. കാരണം സൈക്കോട്ടിന് സർപ്രൈസുകളുടെ ബഹളമായിരുന്നു ഇന്നലെ അല്ലേ? മോർണിംഗ് തൊട്ട് സർപ്രൈസ് ആണ്. കാരണം സൈക്കിൾ ബർത്ത്ഡേ ഒരു വൈകുന്നേരമൊക്കെ ഒരു കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെ മാത്രം ഉണ്ടായത്. രാവിലെ സൈക്കോട്ടൻ ഫസ്റ്റ് ടൈമാണ് അങ്കമാടിയിലും പോകാൻ തുടങ്ങിയിട്ട് കുറച്ചാണല്ലോ ആയിരിക്കണത്. അപ്പൊ അവിടെ പോയിട്ട് ഓക്കെ അല്ലേ? കൊച്ചത്രം പൊട്ടിച്ചിട്ടില്ല ഞാന്. അടുത്താണോ ശരിയാക്കി തരാം. നമ്മള് പോയി അവിടെ പോയി ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ഇന്നത്തെ അങ്കമാടി പോയിട്ടുള്ള കേക്ക് കട്ടിങ് ആയിരുന്നു. കാരണം പിള്ളേരുടെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലേ ചായ എല്ലാവരും കൂടെ ഇവൻ വിഷ് ചെയ്തതും കേക്ക് കട്ട് ചെയ്തതും. അവന്റെ ഫസ്റ്റ് ഫ്രണ്ടാണ് അതായത് അവന്റെ ഓൾ ലൈഫിലെ ഫസ്റ്റ് ഫ്രണ്ടാണ്. അവൻ വന്നിട്ട് അവന് കേക്ക് വായിൽ വെച്ച് കൊടുത്ത് അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ വന്നു. പിന്നെ സൈക്കിളിന് കുറെ എനിക്ക് 3 years ആയപ്പോൾ എന്തൊക്കെ ഒരു ചേഞ്ച് ഒന്നും പോലെ തോന്നി. ബിക്കോസ് സൈക്കിളിന് കുറച്ച് എന്താ മെച്ചൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യണ പോലെ തോന്നുന്നത്. സൈക്കിളിന്റെ വേർഡ്സ് ഒക്കെ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞോളൂ നല്ലത്. ആൻഡ് ദെൻ ഭാഷ തന്നെ പണ്ടത്തെ ഭാഷ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ അവനിപ്പോ കുക്കു കുക്കു എന്ന് വിളിച്ചോണ്ടിരുന്ന തന്നെ ഇടക്കൊക്കെ ഒന്ന് അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശബ്ദം കട്ടിയായി സൗണ്ട് കുറച്ച് ഹാർഡായി വരുന്നുണ്ട് സൈക്കോട്ടിന്റെ. ഒരു കുഞ്ഞു പിള്ളേരുടെ സൗണ്ടിൽ നിന്ന് മാറിയിട്ടുണ്ട് കുറച്ച്. അല്ല അത് ഇത്ര നേരത്തെ ഒന്നും ആയിട്ടില്ല. എന്നാലും അവന്റെ ഭയങ്കര ക്യൂട്ട് വോയിസ് ആയിരുന്നു. എന്നാലും എന്റെ ക്യൂട്ടാണ് എന്റെ വോയിസ്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. ബർത്ത്ഡേ അങ്ങനെ ഈവനിങ് നമ്മൾ കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും ചില്ല് ചെയ്തു, ഉച്ചാൻ അടിച്ച് വീലായി. ആൻഡ് ഇപ്പോഴും ഉച്ചാൻ്റെ പറ്റിറങ്ങിയിട്ടില്ല ഗൈസ്. 3 o'clock വരെ അടിയോടെ അടിയായിരുന്നല്ലോ ചാ, അടിയോടെ അടിയായിരുന്നു ഗൈസ്.
അത് ഇന്നലെ ഫുൾ ചില്ലിങ് ആയിരുന്നു അപ്പൻ. കൊച്ചു നല്ല പണി കൊടുത്ത് എട്ടിൻ്റെ പണി കൊടുത്ത് രാത്രി ഫുള്ളും അപ്പനെ കൊണ്ടായിരുന്നു ഉറങ്ങി. അവനിപ്പോൾ വീണ്ടും നൈറ്റ് നല്ലപോലെ ഉറങ്ങിക്കൊണ്ടെന്ന് വെച്ചവനാണ് വീണ്ടും ഇപ്പം നൈറ്റ് എണീറ്റ് ഒരു ഉണർവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചെയ്യാ. പിന്നെ അവനൊരു സ്വഭാവം എന്ന് വെച്ചാൽ കുറച്ച് ഒരു പെർഫെക്റ്റ് ഷെഡ്യൂളാണ് പോണത്. നൈറ്റ് അവൻ എണീക്കുന്നില്ല എന്നാണെങ്കിൽ 2-3 ഡേയ്സ് എണീറ്റില്ലെങ്കിൽ അവൻ എണീക്കില്ല. ഇപ്പൊ 2-3 ഡേയ്സ് ആയിട്ട് അവൻ എണീക്കുന്നുണ്ട് നൈറ്റ് ഒരു പർട്ടിക്കുലർ നാപ്പ് കഴിയുമ്പോൾ. അതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാത്രി ചായ ഉറക്കാൻ സാധനം നല്ലപോലെ പോകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഷിലു എൻ്റെ സിസ്റ്റേഴ്സാണ് ഇന്നലെ നിന്നത്. സിസ്റ്റേഴ്സും എൻ്റെ ബ്രദേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. അവർ മോർണിംഗ് 6 o'clock ഇവൻ എണീക്കണ മുമ്പ് തന്നെ പോയി. കാരണം അവർക്ക് പോകാൻ പറ്റില്ലെന്ന് അറിയാം. ദെൻ അവർ പോയി. ഇപ്പം ആരുമില്ല. ഇന്നാണ് നമ്മൾ ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കണത്. പക്ഷെ നല്ല രസമുണ്ട്. അവിടെ ഡൈനിങ് ടേബിൾ ഹാളിൽ വന്നിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇത് എത്ര ദിവസം ഇവിടെ ഇങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേ രൂപം ഞാൻ വേറെ രീതിയിൽ കൂടെ കാണിച്ചു. സോ സാഡ് സോ ചായന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ചായ ഇതിപ്പോ വേറെ എത്രയൊക്കെ പണിയുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വേഷങ്ങളൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാരും കൂടി ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നേക്കണേ. ഇഷ്ടമാണോ? നടക്കടി അങ്ങനെ പോടി നിക്കണ അവിടെ പാട്ട് തുടങ്ങി. ഗൈസ് അപ്പൊ സൈക്കോട്ടിനെ ഇവിടെ തീറ്റാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും സ്ലൈഡറാ അത് കയറിക്കൊണ്ടിരിക്കണേണ്. സൈക്കോട്ടനെ ഒറ്റയ്ക്ക് കയറുന്നുണ്ട്. പാട്ട് പറഞ്ഞാ മോള് കയറണാണ് ഗൈസ്. പിടിച്ച് കയറാനാണ്. കിളി മാത്രം എന്നെ ബോറടിച്ച് കൂട്ടിലിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ പറഞ്ഞാ ഇങ്ങനെ കിളിയെ കൂട്ടിലിടാൻ നേരത്ത് ഒരു ഇത് പറയുമല്ലോ, പഴഞ്ചൊല്ല് പറയുമല്ലോ, കാഞ്ചനക്കൂട്ടിലിട്ടാലും ബന്ധനം ബന്ധനം തന്നെയാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ മറന്നു. അങ്ങനെയാണ്. അതായത് നമ്മൾ എത്രയൊക്കെ ഫ്രീഡം കൊടുത്താലും ഈ കൂടിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് കൊടുക്കും, ഞാൻ അത് കൊടുത്ത് ഇത് കൊടുത്ത് തോണ്ടല്ലേ പേടിച്ചിരിക്കുന്നത്. എന്ത് കൊടുത്താലും കിളിയുടെ വിചാരം കിളിനെ ഒന്ന് പറത്ത് തുറന്ന് വിടാനാ പറയണം. സോ നമുക്ക് ഒരു ദിവസം കിളിക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കണം. നാളെ റിപ്പബ്ലിക് ഡേ ആണ് ഗൈസ്. സോ കിളിക്ക് ഞാൻ ഫ്രീഡം കൊടുക്കാം. ആണോ? ഞാൻ പറയട്ടെ കിളിക്ക് നാളെ ഞാൻ ഫ്രീഡം കൊടുക്കാം. സോ ഗൈസ് ബൈ.